നമസ്കാരം, ഗ്ലോബൽ മെൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ഒരു വീക്ക്ലി പർച്ചേസിന് വേണ്ടി ലിഡിൽ എന്ന് പറഞ്ഞ സ്റ്റോറിലാണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ലിഡിലാണ്. അപ്പോൾ ഈ ആഴ്ചയിൽ ഞങ്ങൾ പർച്ചേസ് ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാം. അപ്പോൾ സാധനങ്ങളുടെ വില എന്താണെന്നും ഈ 2024 സാധനങ്ങളുടെ വില എന്താണെന്നും ഒരാഴ്ച ഏകദേശം നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി വരുന്ന സാധനങ്ങൾക്ക് എത്ര രൂപയാവും എന്നുള്ള കാര്യങ്ങളും ഇന്ന് നേരിട്ട് നിങ്ങളെ കൊണ്ട് കാണിക്കാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എൻ്റർടൈനിങ് കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാം. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു കോയിനുണ്ട്. ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് നമ്മുടെ കീച്ചനായിട്ട് ഇടുന്ന സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് കോയിന് പകരം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ട്രോളി എടുക്കാം. അങ്ങനെ ട്രോളി എടുത്ത് നമ്മൾ നേരെ ലിഡിലോട്ട് പോവാണ്. അപ്പോൾ ശരിക്കും ഇന്ന് നോക്കുന്നത് നമുക്ക് എത്രത്തോളം അഫോർഡബിൾ ആണ് UK ജീവിക്കുന്നതെന്നാണ്. അപ്പം കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സാണ്. നമ്മളിതൊന്നും മേടിക്കുന്നില്ല. നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ഷോപ്പിംഗ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. എന്നാലും അത്ര ബഡ്ജറ്റല്ല, നമ്മുടെ ഒരു നോർമൽ ഷോപ്പിംഗ്. അപ്പോൾ ആദ്യം കയറി വരുമ്പോൾ തന്നെ ലിഡിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെ കുറേ ഒരു ബേക്കറി സെക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ക്രോസൈൻസ് എന്നാണ്. നമുക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഐറ്റമാണ്. അപ്പോൾ ഇത് ബട്ടർ ക്രോസൈൻസ് ആണ്. അപ്പം രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്ത സാധനം കിട്ടും. നമുക്കിഷ്ടം ഈ ഒരു ഹസിൽനട്ടിൻ്റെ സാധനമാണ്. അപ്പോൾ അത് നമ്മൾ രണ്ടെണ്ണം എടുത്തു. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ ഫ്രണ്ടിൽ കാണുന്നത് ഇതേപോലെ റെഡ്യൂസ്ഡ് ആയിട്ട് കിടക്കുന്ന കുറേ സാധനങ്ങളായിരിക്കും. അത് ഓഫറാണ്, ഓരോ സമയത്ത് ലിഡിലെ ഓഫറാണ്. അപ്പോൾ ഇതിന് ഏകദേശം 69 പെൻസിന് നമുക്ക് ബീൻസ് കിട്ടി. പിന്നെ നമ്മൾ നേരെ മുന്നോട്ട് പോകുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. ഇവിടെ അവക്കാഡോ ഉണ്ട്, പഴമുണ്ട്. അപ്പോൾ പഴത്തിനൊക്കെ 90 പെൻസേ ഉള്ളൂ പഴത്തിന്. അതേപോലെ തന്നെ ഓറഞ്ചസിന് 78 പെൻസ്. അപ്പം ഈ പ്രൈസ് കൺവേർഷൻ നിങ്ങൾ നോക്കുക നാട്ടിലായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഫ്രൈഡേ ഈവനിങ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഇവിടെ സാധനങ്ങളൊക്കെ അത്യാവശ്യം ഷോർട്ട് വരുന്നത്. ലെമണിന് 45p. അതേപോലെ ഇവിടെ വരുമ്പോൾ വെജിറ്റബിൾസിൻ്റെ സെക്ഷനാണ്. കൂടുതൽ സാധനങ്ങളും ഒഴിഞ്ഞ് കിടക്കുകയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ നാട്ടിൽ ബ്രിഞ്ചാളുണ്ടല്ലോ, ആ ബ്രിഞ്ചാളിന് ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് 95 പെൻസാണ്. അല്ല 90 പെൻസാണ്. ഈ 90 പെൻസിന് നമ്മുടെ ഈ സാധനം കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സെയിം ടേസ്റ്റാണ് വരുന്നത്. അതേപോലെ തന്നെ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. ഇവിടെ താഴെ നോക്കിയാൽ കോളിഫ്ലവർ കാണാൻ പറ്റും. അതേപോലെ തന്നെ ലെറ്റ്യൂസസ് കാണാൻ പറ്റും. അപ്പോൾ കോളിഫ്ലവറിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് 69 പെൻസാണ്. അത് നാട്ടിൽ 69 രൂപ. അതേപോലെ തന്നെ കോളിഫ്ലവർ ഉണ്ട്. കോളിഫ്ലവറിൻ്റെ പ്രൈസ് ഉണ്ട് ഇവിടെ റെഡ്യൂസ് ചെയ്ത് 49 ഇട്ടുണ്ട്. അത് ഓരോ സമയത്ത് ഓഫർ പോലെ ഇരിക്കും. പിന്നെ ഈ കാണുന്നതാണ് ഷാലറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നല്ല കൊച്ചുള്ളിയാണ്. പക്ഷേ ഷേപ്പ് ഇച്ചിരി വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും കറക്റ്റ് ആ കൊച്ചുള്ളിയുടെ ടേസ്റ്റാണ് വരുന്നത്. അതിൻ്റെ വില 99 പെൻസാണ്. അപ്പോൾ ക്രിസ്മസിനൊക്കെ ഇത് ഏകദേശം ഒരു 19 പെൻസിനൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന സാധനമാണ് കോക്കനട്ട് മിൽക്ക്. നമ്മുടെ നാട്ടിലെ തേങ്ങാപ്പാൽ ക്യാനിലാക്കിയത്. അതിന് 79 പെൻസാണ് വില. അതേപോലെ തന്നെ നാട്ടിലെ അരി, നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന വൈറ്റ് റൈസിൻ്റെ വില 1.39, 1 പൗണ്ട് 39 പെൻസും. പിന്നെ ഈ സെക്ഷന് വരുമ്പോൾ നമ്മൾ മെയിനായിട്ടും ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഒരു ക്യാൻഡ് സെക്ഷനകത്ത് അവർ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ നാൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ കുറേ നാളിന് ശേഷം യൂസ് ചെയ്യാനാണ് അല്ലെങ്കിൽ ഷെൽഫ് ചെയ്യാനാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ ഇവിടെ ന്യൂഡിൽസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമൊക്കെ വരുമ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ന്യൂഡിൽസിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂഡിൽസിന് 35p, നാട്ടിലെ 35 രൂപ മാത്രമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ മാഗി ഉണ്ട്. നമ്മുടെ നാട്ടിലെ മാഗി ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അത് അത്ര ടേസ്റ്റായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ കുറേ മസാലയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ നോർമൽ ഒരു ന്യൂഡിൽസ് എടുത്തേക്കുന്നത്. അതേപോലെ ഇവിടെ ചിക്കൻ സ്റ്റോക്കും ബീഫ് സ്റ്റോക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്തവണ ബീഫ് സ്റ്റോക്ക് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഏതെടുത്താലും വെജിറ്റബിൾ സ്റ്റോക്ക് എടുത്താലും എല്ലാത്തിൻ്റെയും പ്രൈസ് 65 പെൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ മയോണൈസ് കാണാൻ പറ്റും. നമ്മൾ ഇവിടുത്തെ UK ജീവിക്കുന്ന ആൾക്കാർക്ക് അറിയാം, അത്യാവശ്യം മയോണൈസ് എല്ലാവരും ഉപയോഗിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതിന് 52 പെൻസേ ഉള്ളൂ. അല്ലെങ്കിൽ 99 പെൻസിന് ഇതുപോലത്തെ സ്ക്വീസി മയോണൈസും കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഹെനിസിൻ്റെ കെച്ചപ്പ് ഉണ്ട്. ഇവിടെ കെച്ചപ്പിന് ഹെനിസിൻ്റെ ബ്രാൻഡഡ് ആണെങ്കിൽ 3.99, ഏകദേശം 4 പൗണ്ട് വരും. പക്ഷേ അതേ സാധനം തന്നെ ഇവിടെ ലിഡിലിൻ്റെ ബ്രാൻഡ് ആണെങ്കിൽ 99 പെൻസിന് മേടിക്കാൻ കിട്ടും. ഇത് നാട്ടിലെ തന്നെ സെയിം പിങ്ക് ഓണിയൻസ് ആണ്. നമുക്ക് സാധാരണ റെഡ് ഓണിയൻസ് ആണ് കിട്ടുന്നത്. അതിൻ്റെ പ്രൈസ് 69 പെൻസാണ്. ഇപ്പോൾ കറക്റ്റ് നാട്ടിലെ സവാളയാണ്. അതേപോലെ തക്കാളിക്ക് ഏകദേശം 95 പെൻസാണ് ഇവിടുത്തെ പ്രൈസ്. അപ്പോൾ സാലഡ് ടൊമാറ്റോസ് ആണ് കിട്ടുന്നത് ഇവിടുത്തെ. ഇതേപോലത്തെ സാലഡ് ടൊമാറ്റോസ് നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ വരുന്നത് ലെറ്റ്യൂസ് ആണ്. ലെറ്റ്യൂസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 75p, നാട്ടിലെ 75 രൂപ. അതേപോലെ തന്നെ നമ്മൾ സ്ഥിരം മേടിക്കുന്ന ഈ ഒരു കൈൻഡ് ലെറ്റ്യൂസാണ്. അത് സ്വീറ്റ് ജം ലെറ്റ്യൂസ്. അപ്പോൾ അതിന് ഏകദേശം 89 പെൻസ് ആ പ്രൈസാണ് വരുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബദാമും അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ പിസ്തയും ഒക്കെ ഇവരുടെ തന്നെ സാധനം റോസ്റ്റഡ് ഉണ്ട്. നമുക്കത് വേണമെങ്കിൽ മേടിക്കാം. നമ്മളധികം ഇത് സാധനം മേടിക്കാറില്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണിത്. ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മസാലകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട പല സാധനങ്ങളുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ ഇഷ്ടം ഒരു ഗാർലിക് പൗഡറാണ്. കറികളൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ. എല്ലാത്തിനും ഒരു 65 പെൻസ് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ പ്രൈസ്. അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. പിന്നെ നമ്മൾ മേടിക്കാൻ വരുന്നത് എണ്ണയാണ്. എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ ആദ്യം സൺഫ്ലവർ ഓയിലിന് 2.15, വെജിറ്റബിൾ ഓയിലിന് 1.85.
അതേപോലെ തന്നെ നമ്മുടെ ഒലിവ് ഓയിലിന് 3.99, അത് 4 പൗണ്ട് നിയർലി. അതേപോലെ കോക്കനട്ട് ഓയിൽ, നാട്ടിലെ അതേ ടേസ്റ്റുള്ള വെർജിൻ കോക്കനട്ട് ഓയിലാണ്, അതിന് 1.99, ഏകദേശം 2 പൗണ്ടാണ് അതിൻ്റെ പ്രൈസ്. അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ലിഡിൽ വരുമ്പം മേടിക്കാൻ പറ്റിയ സാധനമാണ് കഫേ ലാറ്റെ, സ്റ്റാർബക്സിൻ്റെ നല്ല ടേസ്റ്റാണ് തണുപ്പിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ലിഡിൽ വരുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ്. അതേപോലെ ഇവിടെ ഷുഗറുണ്ട്, നമ്മളെ ഗ്രാനുലർ ഷുഗർ അങ്ങനെയല്ലേ പറയുന്നത്, ഓക്കെ. അതിൻ്റെ വില 1 പൗണ്ടാണ്, നിയർലി 1 പൗണ്ട് 10 പെൻസ്. അതേപോലെ 2.5 കിലോ പ്ലെയിൻ ഫ്ലോറിന് മൈദയ്ക്ക് 79 പെൻസാണ്. എനിക്ക് നാട്ടിലെ വിലയൊക്കെ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ നമ്മൾ വരുമ്പോൾ മുട്ട 15 മുട്ടയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 2.79. അതേപോലെ 12 മുട്ടയ്ക്ക് വരുന്നത് 2.69. പക്ഷേ സ്റ്റോക്കില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും വില കൂടി നിൽക്കുന്ന സാധനമാണ് മുട്ട ഇപ്പം. പിന്നെ നമ്മൾ മെയിനായിട്ട് മീറ്റിൻ്റെ സെക്ഷനിൽ വരുമ്പം ചിക്കൻ തന്നെ പല വിധമുണ്ട്. തൈസ് ഉണ്ട്, ഫില്ലറ്റ് ഉണ്ട്, ബ്രസ്റ്റ് ഫില്ലറ്റ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ചിക്കൻ ഉണ്ട്. നമ്മൾ മെയിനായിട്ട് പറയുമ്പോൾ ഒരു ഫുൾ ചിക്കൻ്റെ പ്രൈസ് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇവിടെ ഒരു ലാർജ് ഹോൾ ചിക്കന് 4.25. ഇതിൻ്റെ ഏകദേശം തൂക്കം ഒരു 1.5 കിലോ ഒക്കെ വെച്ച് വരും. അതുപോലെ എക്സ്ട്രാ ലാർജ് ചിക്കൻ ആണെങ്കിൽ ഏകദേശം 1.5 കിലോ വരും, 4.95. 5 പൗണ്ടിന് ഒരു എക്സ്ട്രാ ലാർജ് ചിക്കൻ കിട്ടും. പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ടുള്ളത് നമ്മുടെ ബീഫുണ്ട്, പോർക്കുണ്ട്. അപ്പോൾ ബീഫിൻ്റെ സെക്ഷനിൽ വരുമ്പം ഈ ബീഫിൻ്റെ സ്റ്റീക്സ് ആണെങ്കിൽ 5.59 നമുക്ക് 2 അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 സ്റ്റീക്ക് കിട്ടും. പക്ഷേ അതിനേക്കാളും കൂടുതൽ നമ്മൾ പണ്ട് മേടിച്ചുകൊണ്ടിരുന്ന സാധനം ഈ ഡയസ്ഡ് ബീഫാണ്. അതായത് ഇവർ മുറിച്ച് വെച്ചേക്കുന്ന ബീഫാണ്. 6.49, ഏകദേശം ഒരു 400-500 ഗ്രാമേ കാണത്തുള്ളൂ. കുറച്ച് പ്രൈസ് കൂടുതലാണെന്ന് തന്നെ പറയണം. എനിക്ക് കൂടുതലും ഇഷ്ടം നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന ഒരു റിബ്സിൻ്റെ മീറ്റാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫുൾ മീറ്റിൻ്റെ സെക്ഷനായിട്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 13.41 പൗണ്ടാണ് ഒരെണ്ണത്തിൻ്റെ വില. നിയർലി 1 കിലോ ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് പോർക്കിൻ്റെ സെക്ഷനാണ്. പോർക്കിൻ്റെ സെക്ഷനിൽ നമ്മൾ പോവുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു മീറ്റിന് 8.25 പൗണ്ടാണ് ഒരു സെറ്റ് മീറ്റിന് വരുന്നത്. അത് നല്ല ഫ്ലേവർഫുള്ളാണ്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് സോസേജും ഉണ്ട്. പക്ഷേ ഈ മീറ്റ് സെക്ഷനിൽ നമ്മൾ കൂടുതലും ബീഫിനെക്കാട്ടിലും കൂടുതൽ പോർക്ക് പ്രിഫർ ചെയ്യും. അല്ല ബീഫാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതേപോലെ നമ്മൾ മേടിക്കുന്ന അടുത്തൊരു സാധനം ഈ ബ്രെഡിനകത്ത് വെച്ച് കഴിക്കുന്ന ഹാം സ്ലൈസസും അതേപോലെ ചിക്കൻ സ്ലൈസസുമാണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2 പൗണ്ടാണ്. അത്യാവശ്യം നല്ല അഫോർഡബിളാണ്. ഒരാഴ്ച ഏകദേശം ഓടും ഈ ഒരു ഫാമിലി പാക്ക് മേടിച്ച് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ചിക്കൻ്റെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ ഹണിയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് യോഗട്ടാണ്. യോഗട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1.65, 1 പൗണ്ട് 65 പെൻസ് ആണ് ഇതിൻ്റെ വില വരുന്നത്. അതേപോലെ തന്നെ പല ഫ്ലേവറിലുള്ള സാധനം നമുക്ക് മേടിക്കാൻ പറ്റും. പല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള യോഗട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ നാട്ടിലെ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഗ്രീക്ക് സ്റ്റൈൽ യോഗട്ടാണ് നമ്മൾ കൂടുതൽ എടുക്കാറ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് അടുത്ത് ഇവിടെ എടുക്കണമെങ്കിൽ എടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഡെസേർട്ട്സ്. നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റീസ് ഓഫ് ഡെസേർട്ട്സ് ഉണ്ട്. ഇത് എനിക്കിപ്പോൾ ഈയിടെ ആയിട്ടുള്ള റീസെൻറ്റ് ഫേവറേറ്റ് ഒരു സാധനമാണ്. അപ്പോൾ ഇത് നമ്മുടെ എക്ലൈസ് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പം ഈ എക്ലൈസ് നമ്മുടെ ഒരു ചോക്ലേറ്റിനകത്തിട്ട് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ സ്ട്രോബെറി ട്രിഫിളും നമ്മൾ സ്ഥിരം മേടിക്കാറുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ നേരത്തെ കാണിച്ച സാധനം ഞാൻ ഈ റീസെൻ്റായിട്ട് കണ്ടുപിടിച്ച കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ബ്രെഡിൽ തേച്ച് കഴിക്കാൻ പറ്റുന്ന ബട്ടറി സ്പ്രെഡാണ്. അത് ഏകദേശം 95 പെൻസാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച മുതൽ 1 മാസം വരെ നമ്മുടെ യൂസേജിനനുസരിച്ച് ഓടിക്കോളും. അതുകൊണ്ട് അതൊരു മേടിച്ച് വെക്കുന്ന ഒരു വെർത്തായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ക്രിസ്പ് നമ്മൾ മേടിക്കാറില്ല. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മേടിക്കാറുള്ളൂ. എന്നാലും നിങ്ങളെ പ്രൈസ് ഒന്ന് കാണിച്ചു തരാം. 4 പൗണ്ടിന് 30 പാക്കറ്റ് ക്രിസ്പ് കിട്ടും. അതേപോലെ തന്നെ 20 പാക്കറ്റിന് 1.89 പൗണ്ടാണ്. 1 പൗണ്ട് 89 പെൻസും. അപ്പം അങ്ങനെ ഒരുപാട് വെറൈറ്റി ലിഡിലിന് വന്നുള്ള പ്രത്യേകത ഒരുപാട് വെറൈറ്റി ചിപ്സുകളുണ്ട്. അതേപോലെ തന്നെയാണ് ചോക്ലേറ്റ്സും. ഈ ഇരിക്കുന്ന സെക്ഷൻ മൊത്തം ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഞാൻ കാണിക്കുന്നില്ല. ഏകദേശം 1 പൗണ്ട് 1.5 പൗണ്ട് 2 പൗണ്ട് ആ റേഞ്ചിനകത്ത് നിൽക്കും. ഇപ്പോൾ ഈ കാണുന്ന ട്വിക്സ് ഉണ്ടോ, 16 ഫിംഗേഴ്സുള്ള ട്വിക്സ് ആണ്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 2 പൗണ്ട് 75 പെൻസാണ്. അത്യാവശ്യം നല്ല ലാഭമുള്ള സാധനമാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടിൽ കണ്ടുള്ളതും ഗൾഫിൽ കണ്ടുള്ളതായിട്ടുള്ള എല്ലാ വെറൈറ്റി സ്വീറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഒരു സ്നാക്കിങ്ങിന് വേണ്ടി നമ്മളിനി അടുത്ത് എടുക്കുന്നത് കുറച്ച് പിസ്താഷ്യോസ് ആണ്. അതായത് പിസ്ത, നമ്മുടെ നാട്ടിലെ പിസ്തയാണ്. അതായത് നല്ല റോസ്റ്റഡ് പിസ്താസ് ആണ്, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 2 പൗണ്ടാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ബ്രെഡിൽ തേച്ച് കഴിക്കാൻ പറ്റിയ
ഒരുപാട് സ്പ്രെഡ്സ്, അതായത് നമ്മുടെ പീനട്ട് ബട്ടറും അതേപോലെ ചോക്ലേറ്റ് സ്പ്രെഡ്സും അങ്ങനെ ഒരുപാട് സ്പ്രെഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും പ്രൈസ് അത്യാവശ്യം അഫോർഡബിൾ, 1.5 പൗണ്ടും 2 പൗണ്ടും ആ റേഞ്ചിലൊക്കെയാണ് കൂടുതലും വരുന്നത്. അപ്പം അഫോർഡബിളായ പ്രൈസ് തന്നെയാണ്. പിന്നെ നമ്മളെടുത്തത് ഒരു കിച്ചൺ ടിഷ്യൂ ആണ്. കിച്ചൺ ടിഷ്യൂവിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 2 പൗണ്ടിനടുത്ത് വരും. 2 ജംബോ റോൾസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഒരു ടിഷ്യൂ വേണമായിരുന്നു. അപ്പോൾ ആ ടിഷ്യൂ എടുത്തു 1.29. അത്യാവശ്യം എല്ലാം അത്യാവശ്യം അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. പിന്നെ ഇത് വരുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ സെക്ഷനാണ്. നമ്മൾ മേടിക്കാൻ വന്നതല്ല, എങ്കിലും പ്രൈസ് ഒന്ന് കാണിക്കാം. കൊക്കക്കോളയ്ക്കൊക്കെ 2.39 ആ ഒരു പ്രൈസാണ് വരുന്നത്. അതേപോലെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ക്യാൻസിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ കുപ്പിക്കകത്തുള്ളതുണ്ട്. പിന്നെ ഇതേപോലെ ഇത് ജ്യൂസസ് ആണ്. 1.49 ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, അതേപോലെ തന്നെ ട്രോപ്പിക്കൽ ഫ്രൂട്ട്, ചില സമയത്ത് പാഷൻ ഫ്രൂട്ട്സ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ജ്യൂസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്ക്വാഷുകളുടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അങ്ങോട്ട് കിടക്കുന്നത് മൊത്തം ഈ ആൽക്കഹോളിൻ്റെ സെക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾക്ക് അതിലോട്ട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഏരിയ നമ്മൾ സ്കിപ്പ് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരാഴ്ചത്തെ പർച്ചേസാണ് ഇവിടെ നടത്തിയേക്കുന്നത്. അപ്പോൾ പർച്ചേസ് നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ ബില്ല് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ തന്നെത്താനാണ് ബില്ല് ചെയ്യേണ്ടത്. അതായത് നമ്മൾ തന്നെത്താൻ സെൽഫ് ചെക്കൗട്ട് കൗണ്ടറിൽ വന്നിട്ട് നമ്മൾ മേടിച്ച സാധനങ്ങൾ ഓരോന്നായിട്ട് ബില്ല് ചെയ്ത് പോകണം. അപ്പം അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കസ്റ്റമർ സർവീസ് ആളുകൾ ഉണ്ടാവുമെങ്കിലും കൂടുതലും നമ്മുടെ ഫൈനൽ പ്രോസസ്സ് വരെ ചെക്കൗട്ട് ചെയ്ത് ലാസ്റ്റ് വരെ പോകുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ മൊത്തം പർച്ചേസിൽ നമുക്ക് വന്ന ചിലവെന്ന് പറയുന്നത് 25 പൗണ്ടാണ്. ഇത് നമ്മുടെ ഒരാഴ്ചത്തെ, ഒരു ശനിയാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെയുള്ള നമ്മുടെ ടോട്ടൽ പ്രൈസാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 2500 രൂപ ഇന്ത്യൻ രൂപയാണ് നമ്മുടെ ഒരാഴ്ചത്തെ പർച്ചേസിൻ്റെ ഇത് വരുന്നത്. നമുക്ക് ഒരു ദിവസം ജോലിക്ക് പോയാൽ കിട്ടുന്ന സാലറി നിയർലി ഒരു 10,000 രൂപയാണ്. അത് 2500 രൂപയെ നമുക്ക് ഒരു ദിവസം പോകുന്നതിൻ്റെ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഒരാഴ്ച ജീവിക്കാൻ വരുന്നുള്ളൂ. അപ്പോൾ UK എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഇതൊരു എക്സാമ്പിൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴും അത്യാവശ്യം അഫോർഡബിളായ ഒരു കാര്യം തന്നെയാണ് UK ജീവിക്കുക എന്നുള്ളത്. ഇനി ഭാവിയിൽ എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും പാർട്ട് ടൈം ചെയ്യുന്ന ആളുകൾക്ക് പോലും അല്ലെ സ്റ്റുഡൻസ് ആയിരിക്കുന്നവർക്ക് പോലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം തന്നെയാണ് UK അപ്പോൾ റെൻറ്റും മറ്റു കാര്യങ്ങളും എല്ലാം അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണെങ്കിലും നമുക്ക് അത്യാവശ്യം അഫോർഡബിളായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പം നമ്മൾ സാധനങ്ങളെല്ലാം നേരെ കാറിൻ്റെ ഡിക്കിയിലൊക്കെ ഇട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഷോപ്പിംഗ് വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കണ്ടന്റുകളെ കാണാൻ ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കൊരു വീഡിയോയിലാണെന്ന് വരെ ഗുഡ് ബൈ.